ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഒരു രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുന്നതിൽ വ്യക്തികൾക്കുള്ള പങ്കെന്താണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള ആളുകളുടെ ആവശ്യകതയാണ്. സർദാർ വല്ലഭായ് പട്ടേൽ ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ മുഖ്യ പങ്കുവഹിച്ചു എന്ന് മാത്രമല്ല, ഭാരതത്തിൻ്റെ ശില്പിയാണ്. ഓരോ നാട്ടുരാജ്യങ്ങളെ ഒന്നിച്ച് യോജിപ്പിച്ചുകൊണ്ട് ഇന്ന് നാം കാണുന്ന അഖണ്ഡ ഭാരത ശില്പിയാണ് നിങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടുള്ള അഭൗമമായ ആ ഭക്തി വർണ്ണിക്കാൻ പറ്റാത്ത അത്രമാത്രം ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേൽ. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇതായിരിക്കണം രാഷ്ട്രീയക്കാർ. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തോടുള്ള ആ വ്യക്തിയുടെ സമർപ്പണം, ഒരു രാജ്യത്തെ അഖണ്ഡമാക്കി വെക്കാനുള്ള കഴിവ്. സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആവേണ്ടതായിരുന്നു. പക്ഷേ ഗാന്ധിജിയുടെ നിർബന്ധപ്രകാരം അദ്ദേഹം അത് വിട്ടൊഴിഞ്ഞ് അദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ആ സ്ഥാനം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ആ മഹാമനസ്കത നോക്കൂ. ഗാന്ധിജിയെ അനുസരിച്ചുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു. ഇന്ന് നാം രാഷ്ട്രീയക്കാരിൽ കാണുന്നത് ഇതുപോലുള്ള ഒരു ഉറച്ച മനസ്സിൻ്റെ അഭാവമാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയം ഇന്ന് നശിച്ചു പോകുന്നതും. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടുന്ന നേതൃത്വ ശക്തി, അതുപോലെ ജനങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള ശക്തി, ഭാരതത്തിൻ്റെ ചിരപുരാതനമായ സനാതനത്തെ നിലനിർത്താനുള്ള ശക്തി. സർദാർ വല്ലഭായ് പട്ടേൽ ആദ്യം ചെയ്തത് ഭാരതത്തിൻ്റെ അഭിമാനമായിട്ട് സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കലായിരുന്നു. മുഗളന്മാർ വികൃതമാക്കിയ സോമനാഥ ക്ഷേത്രത്തെ ഇന്ന് നാം കാണുന്ന വിധത്തിൽ നമുക്ക് തന്ന ആ ശില്പി, നമുക്ക് എത്രമാത്രം കടപ്പാട് അദ്ദേഹത്തിനോടുണ്ടെന്ന് പറഞ്ഞാൽ തീരില്ല. കാരണം ഇന്ന് നാം കാണുന്ന ഭാരതമാക്കി തന്ന ഭാരതത്തിൻ്റെ പുത്രൻ, ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽജിയുടെ ആ സ്മരണയ്ക്ക് മുമ്പിൽ പൂർണ്ണ നമസ്കാരം. എല്ലാവരുടെയും ഹൃദയത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്നും ഉജ്ജ്വലിക്കട്ടെ. ആ പ്രചോദനം എന്നും നമുക്ക് മുന്നോട്ട്
നീങ്ങാനുള്ള കരുത്തും ശക്തിയും ഊർജവും നൽകട്ടെ. ഹരി ഓം പ്രണാമം.